മൻ ആല ثلاث بنات 3 പെൺകുട്ടികളെ ആരെങ്കിലും ശരിയാമണ്ണം സംരക്ഷണം കൊടുത്ത് വളർത്തുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ നല്ലവരായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ, ചിലടത്ത് പറഞ്ഞു 2 ബിൻതൈനി 2 പെൺകുട്ടികളെ വളർത്തിയാൽ കുന്ന ലഹു സിത്റം മിനന്നാർ, അവരെ നരകത്തിൽ നിന്നവർക്ക് മറയായിട്ട് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിമാനമാണ് മക്കള്, പ്രത്യേകിച്ച് പെൺമക്കള്. അല്ലാഹു തആല മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിടത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുന്നല്ലേ. യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കും. അതുകൊണ്ടാണ് മഹാനായ വാസിലത്ത് ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയാൻ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ പെണ്ണിന്റെ ആദ്യ പ്രസവം ഒരു പെൺകുട്ടിയാകുന്നത്. കാരണം അള്ളാഹു മക്കളെ തരുമെന്ന് പറഞ്ഞിടത്ത് പെൺകുട്ടിയെ തരുന്നല്ലേ ആദ്യം പറഞ്ഞത്, പിന്നെ ആൺകുട്ടികളെ തരും, പിന്നെ ആണും പെണ്ണൊക്കെ തരുമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ ഓർഡർ ആദ്യം പെൺകുഞ്ഞിനെ തരുമെന്നല്ലേ എന്നുപോലും സ്വഹാബിമാർ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ്. ആ പെൺകുട്ടികൾക്ക് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലജ്ജയും നാണവും എന്താണെന്ന് പഠിപ്പിക്കലാണ്. എന്നൊക്കെ കോളേജ് ക്യാമ്പസുകളിലേക്ക്, അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ ബസ് കാത്തുന്നിടത്തേക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളുടെ മുമ്പിലുള്ള കഫേ ഷോപ്പുകളിൽ പെൺകുട്ടികളുടെ ലജ്ജ നഷ്ടപ്പെട്ട് ഉറക്കെ സംസാരിക്കുന്ന പെൺകുട്ടികൾ നാണം തോന്നിപ്പോവും. ഞങ്ങളൊരു കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കും, എന്തോ ബഹളത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒച്ച വെച്ച് ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഒരു പബ്ലിക് റെസ്റ്റോറന്റ്. നാണം നഷ്ടപ്പെട്ടു പോയോ? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പെൺകുട്ടികൾക്ക് നാണം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ആഭരണം വേണം അവർക്ക്? അവരുടെ ഏറ്റവും വലിയ വസ്ത്രാലങ്കാരം, അവരുടെ അലങ്കാരവും സൗഹൃദവും സുഹൃതവും അവരുടെ ലജ്ജയും നാണവുമല്ലേ? ഇതല്ലേ ഒരു പെണ്ണിന് വേണ്ടത്? മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, സുബൈർ എന്ന അസ്മാ ബീവി സിദ്ദീഖ് എന്നവരുടെ മോളാണ്. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ ഭാര്യ. സുബൈർ തങ്ങൾക്ക് ചില കുതിരകൾ ഉണ്ടായിരുന്നു. ആ കുതിരകൾക്ക് ഭക്ഷിക്കാൻ ഈത്തപ്പഴത്തിന്റെ കുരു പൊടിച്ചെടുത്ത അതിന്റെ ഒരു പൗഡർ ഭക്ഷണമായി കൊടുക്കാറുണ്ട്. ആ ഈത്തപ്പഴത്തിന്റെ കുരു വാരിയെടുക്കാൻ വേണ്ടി അസ്മാ ബീവി പോയ ഒരു യാത്ര പരിശുദ്ധമായ ഹദീസിലുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം 2 മഹാന്മാർ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബീവി പറയുന്നു, ഞാൻ എന്റെ തലയിൽ ഈത്തപ്പഴത്തിന്റെ കുരുകൾ മുഴുവൻ നിറച്ചു വെച്ചൊരു കൊട്ടയുമായി ഞാൻ മദീനയിലൂടെ വരുമ്പോ ഫലഖീതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടുമുട്ടി. വമഅഹു നഫറും മിനൽ അൻസ്വാർ, ഹബീബിന്റെ കൂടെ അൻസ്വാരികളായ ഒരു കൂട്ടം ആളുകളുണ്ട്. ഫദഅനി, അല്ലാഹുവിന്റെ റസൂൽ എന്നറിയാം, നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണിത്, ആയിഷ ബീവിയുടെ സഹോദരിയാണിത്. അസ്മാ ബീവിയെ വിളിച്ചു നബി തങ്ങൾ. നബി തങ്ങൾ ഒട്ടകം താഴ്ത്തി കൊടുക്കുകയാണ്. അസ്മാ, ഞാൻ താഴെ ഇറങ്ങാം, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിക്കോ, നടക്കണ്ട, ചുമട് വെച്ച് നടക്കുകയല്ലേ, ഭാരം തലയിലുണ്ടല്ലോ, ഒരു കൊട്ടയുണ്ട് ഈത്തപ്പഴത്തിന്റെ കുരു, ഇത് മുഴുവൻ നിങ്ങൾ ചുമന്നൊറ്റയ്ക്ക് നടക്കല്ലേ, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ എന്ന്. ലിയഹ്മിലനി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ചുമക്കാൻ, എന്നെ ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി പറഞ്ഞപ്പോ ഫസ്തഹിയതു അൻ നസീറ മഅർ റിജാൽ, പുരുഷന്മാരുടെ കൂടെ യാത്ര പോകാൻ എനിക്ക് ലജ്ജ തോന്നി. ആരാണ് ഈ പുരുഷന്മാർ എന്ന് ആലോചിക്കണം. ആരാണ് ഈ പുരുഷന്മാർ? നമ്മുടെ നാടുകളിലെ ഫ്രീക്കന്മാരാണോ? അല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ, റസൂലുള്ളാഹിന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ കൂടെ ഒരു പെണ്ണായ ഞാൻ എങ്ങനെ പോകും? എനിക്ക് നാണം തോന്നി. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പെൺകുട്ടികൾ നാണവും ലജ്ജയും ഏറ്റവും വലിയ ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ഒരു പെണ്ണിനും ആണിനും. അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും കൂടെ ഒരു പെണ്ണായ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ യാത്ര പോകും? അതുമാത്രമല്ല, വദകർതു സുബൈറ വഗീറതഹു, എന്റെ ഭർത്താവ് സുബൈറിനത് ഇഷ്ടമല്ല റളിയല്ലാഹു അൻഹു. സുബൈർ എന്നവരുടെ ഭാര്യയായ അസ്മാ ബീവി ആണുങ്ങൾ പോകുന്ന ഒരു സംഘത്തിന്റെ കൂടെ പോകുന്നത് അത് നബി തങ്ങളുള്ള സംഘമാണ്. തങ്ങളാണെങ്കിലോ ഒരു പെണ്ണിന്റെ ദൈന്യത കണ്ടിട്ട്, വിഷമം കണ്ട്, നട്ടുച്ച നേരത്തെ തളർന്ന നടത്തം കണ്ടിട്ടാ തങ്ങൾ പറഞ്ഞത് എന്റെ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ. എന്നാൽ അത് എന്റെ ഭർത്താവിനും ഇഷ്ടമാവില്ലല്ലോ. വകാന അഗ്യറന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആത്മരോഷം കൊള്ളുന്ന ആളായിരുന്നു സുബൈർ എന്നവര്. അതോർത്തപ്പോ എന്റെ മനസ്സിൽ, എന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു മ്ലാനത, ഒരു വിഷമം.
ഫഅറഫ റസൂലുള്ളാഹി അന്നീ ഇസ്തഹയൈതു ഫമളാ. എന്റെ ലജ്ജയും നാണവും കണ്ടപ്പോ നബി തങ്ങൾ ഒട്ടകം നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. ഞാൻ നടന്നു പോന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്സാരം പോകുമ്പോ അമ്മായിയുടെ മകള, മുത്തമ്മയുടെ മകള, അമ്മാവന്റെ മകള ഒരു ബൈക്ക് നിർത്തി ലിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹം അനുവദനീയമായ ആള്, സംഭവം അമ്മാവന്റെ മകളാ, അമ്മായിന്റെ മകളാ, മുത്താപ്പാന്റെ മോള, എളാപ്പാന്റെ മോള, കല്യാണം കഴിച്ചൂടെ? കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരാളെ നമ്മൾ ബൈക്കിലിരുത്തിയാൽ ശരീരം ഒട്ടും സ്വാഭാവികമായും രണ്ടുപേരും ഒരുമിച്ചാണ്, അതൊരു തിന്മയാണ്. ഓട്ടോറിക്ഷ വിളിച്ചു, വേറെ വാഹനം, കാറുണ്ട്, കാർ സീറ്റിൽ സുരക്ഷിതം, അവരുടെ കൂടെ വേറെ ആരെങ്കിലും, ഒരു കുഞ്ഞോ, ഒരു സുരക്ഷിതത്വത്തിന് എന്തെല്ലാം ശർഅ് പറയുന്ന മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളില്ലാതെ ഒരു വിവാഹിതരാവാൻ പറ്റുന്ന ബന്ധമുള്ള മഹറമല്ലാത്ത ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ചായാൽ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ, പിശാച് മൂന്നാമനായി അവിടെ ഉണ്ടാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ, ഏതൊരാളും ഒരു അന്യ പെണ്ണിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ, അത് ചെറുപ്പക്കാരൻ, പ്രായമുള്ളവരെ, ആരോഗ്യമുള്ളവരെ, അതൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല. ഏതൊരു പുരുഷനും വിവാഹിതരാവാൻ പറ്റുന്ന ബന്ധമുള്ള ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചാണെങ്കിൽ മൂന്നാമനായി അവരുടെ കൂടെ പിശാചുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ആവരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി, അതാണ് ഗീറത്ത് എന്ന് പറയുന്നത്. നബി തങ്ങൾ പറയുന്നുണ്ട്, മിഅ്റാജിന്റെ സംഭവം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവല്ലോ, ദഖൽതുൽ ജന്ന, ഉമറേ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ചെന്നപ്പോ നബി തങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫറഅയ്തു ഇംറഅതൻ തതവല്ലഉ ഇലാ ജാനിബി ഖസ്റിൻ, ഒരു കൊട്ടാരത്തിന്റെ സൈഡില് ഒരു പെണ്ണ് വുദു എടുക്കുന്നത് ഞാൻ കണ്ടു ഉമറേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊട്ടാരം കണ്ടു, അതിന്റെ ഇപ്പുറത്തൊരു പെണ്ണ് വുദു എടുക്കുന്നുണ്ട്. ഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ഇതാരുടേതാണ്, ആർക്കാണിത് എന്ന് ചോദിച്ചപ്പോ ഫഖാലു, എന്റെ കൂടെയുള്ള മാലാഖമാർ പറഞ്ഞു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിനുള്ളതാണ് റളിയല്ലാഹു അൻഹു. ഫഅറത്തു അൻ അദ്ഖുല, ഉമറേ ഞാൻ ആ വീട്ടിലേക്കൊന്ന് കയറിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഫദകർതു ഗീറതക, നിങ്ങളുടെ ആത്മരോഷം എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ കയറിയില്ല ഉമറേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്, അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയോട് ഞാൻ ആത്മരോഷം കൊള്ളില്ലല്ലോ നബിയെ, അങ്ങ് കയറിക്കൂടായിരുന്നോ? എനിക്ക് അല്ലാഹു ഒരുക്കി വെച്ചു എന്ന് പറയുന്ന ആ സ്വർഗ വീട്ടിലേക്ക് അങ്ങേക്ക് കയറിക്കൂടായിരുന്നോ എന്ന് പരിശുദ്ധ നബിതങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ആത്മാഭിമാനം പകരുകയാണ് പ്രവാചകരും അവിടുത്തെ അനുയായികളും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രാക്കളെ പറപ്പിക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്ന ആളുകൾക്ക്. പ്രാക്കളെ പിടിക്കുക, പറപ്പിക്കുക, ഒരു ഹോബി, അന്ന് ആളുകൾ കണ്ടെത്തിയ ഒരു ഹോബിയാണത്. അങ്ങനെ വീടിന്റെ മുകളിലേക്ക് കയറും, പ്രാക്കളെ പിടിക്കാനും പറപ്പിക്കാനും ഒക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോ, വീടിന്റെ മുകളിലേക്ക് ആളുകൾ കയറുന്നുണ്ടെന്നറിഞ്ഞപ്പോ, അറബികളുടെ വീട് കണ്ടവർക്കറിയാം, അവർ ചുറ്റുമതിലുണ്ടാകും. ആ മതില് പുറത്തുനിന്ന് ആര് നോക്കിയാലും അകത്ത് കാണില്ല, അങ്ങനത്തെ ഒരു മതില. പക്ഷേ ഒരു വീടിന്റെ തൊട്ടടുത്ത വീടിന്റെ മേതെ കയറിയാൽ താഴേക്ക് കാണും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളുകൾ വീടുകളുടെ മട്ടുപ്പാവിലേക്ക് കയറി പ്രാക്കളെ പിടിക്കുകയും പറത്തുകയും ചെയ്യുന്ന ആ ഒരു ഹോബി കണ്ടപ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇനി ആരും ഈ കളി കളിക്കരുത്, അങ്ങനെ ഒരു ഹോബി വേണ്ട. അതുമാത്രമല്ല, അവിടെയുണ്ടായിരുന്ന പ്രാക്കളുടെ ചിറക് ചെറുതായി കട്ട് ചെയ്യാൻ ഒരാളെ മഹാനവറുകൾ നിയമിക്കുകയും അങ്ങനെ പ്രാക്കളെ പറത്തുന്ന ഹോബി അവിടെ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര് ആളുകൾ വീടിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. ഇന്നൊക്കെ മൊബൈൽ വെച്ചിട്ടാണ് കയറുന്നത്, പറത്തിട്ടിട്ടാണ് കല്യാണ പന്തലിലേക്ക് പെണ്ണുങ്ങൾ പോകുന്നിടത്തേക്ക് കയറുന്നത്. എന്താ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന്റെ കണ്ണുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മൾ നിയന്ത്രിക്കുന്നു. മനുഷ്യന്റെ ക്യാമറ അത് നിയന്ത്രിക്കേണ്ടതാണ്. മനുഷ്യന്റെ കണ്ണിലേറെ ഡേഞ്ചറാണ് മനുഷ്യന്റെ കയ്യിലുള്ള ക്യാമറകളെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത്. അത് അന്യാണുങ്ങൾ, അന്യ പുരുഷന്മാർ ഒരിക്കലും പാടില്ലാത്തതാണ്. നമുക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ശറഅ അനുവദിച്ചതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അന്യ പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്നിടത്ത് ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റിയേക്കാം. മറ്റേതെങ്കിലും വിഷയത്തിൽ അത്
അവർ യൂസ് ചെയ്തേക്കാം, സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്തേക്കാം. ചെയ്യാൻ പാടില്ലാത്തതാണ്. സത്യവിശ്വാസികളെ, കണ്ണുകൊണ്ട് അന്യ വീടുകളിലേക്ക് കണ്ടുപോകുമോ എന്ന് ഉസ്മാൻ തങ്ങൾ പേടിച്ചപ്പോഴാണ് ഈ പ്രാക്കളെ പറപ്പിക്കുന്ന പരിപാടി പാടില്ലെന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഷഹീദായ സ്വഹാബിയാണ്. നമുക്കറിയുമല്ലോ, ഉഹദ് മലയുടെ മീതെ ഉസ്മാൻ തങ്ങളും നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും കയറി നിന്നപ്പോ ഉഹദ് മലയൊന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞല്ലോ, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്കണേ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മീതെ നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖാണ്, പിന്നെ 2 ഷഹീദുമാരാണ്. ആരെയാണ് ഉദ്ദേശിച്ചത്? ഉമർ എന്നവരെയും ഉസ്മാൻ തങ്ങളെയും. 2 പേരും ഷഹീദുകളായിട്ടാണ് മരിക്കുന്നത് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ നബി തങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉസ്മാൻ തങ്ങളെ അന്ന് വധിക്കാൻ വേണ്ടി ഖവാരിജുകളായ ആളുകൾ, അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾ, അറബ് ലോകത്ത് പോലും പരിചയമില്ലാത്ത വളരെ ദാരുണമായ കൊലപാതകമാണ് ഉസ്മാൻ തങ്ങൾക്കെതിരെ ഉണ്ടായത്. ആ കൊലയാളികൾ ഉസ്മാൻ തങ്ങളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്നപ്പോ മഹാനായ ഉസ്മാൻ എന്നവരെ മറച്ചു നിർത്താൻ വേണ്ടി മഹദിയായ നായില ബീവി റളിയല്ലാഹു അൻഹ, ഉസ്മാൻ എന്നവരുടെ ഭാര്യയുടെ പേരായിരുന്നു നായില ബീവി പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ അവരെ കൊല്ലാൻ വരുമ്പോ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നല്ല മുടിയുണ്ടായിരുന്ന മഹദി, നല്ല കാലിന്റെ മുട്ടുവരേക്കും നീളുന്ന നല്ല കാർക്കൂന്തലുള്ള ആ മഹദി പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, ഞാൻ എന്റെ മുടി അഴിച്ചിടാം, എന്റെ മുടിയുടെ മറവിൽ നിങ്ങൾ ഇരുന്നോളൂ. ഒരു പെണ്ണല്ലേ ഞാൻ, എന്റെ തലമുടിയുടെ ഉള്ളൊന്നും അവർ ചെക്ക് ചെയ്യില്ലല്ലോ, നിങ്ങൾ ഇരിക്കുന്നവരെ കാണാണ്ടിരിക്കട്ടെ, ഞാൻ എന്റെ മുടി കൊണ്ട് മറയിട്ടു തരാം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഖുദീ ഖിമാറകി നായില, നിങ്ങൾ മുഖമക്കനെ ധരിച്ചോളൂ നായില, എന്റെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളത് ചെയ്യുന്നത് എനിക്കറിയാം. ഫലഉംരി, എന്റെ വയസ്സിനെ തന്നെയാണ് സത്യം, ലദുഖൂലുഹും അലയ്യ അഹ്വനു മിൻ ഹുർമതി ശഅരികി. നായില, നിങ്ങളുടെ ഈ മുടി കാണുന്നതാണ് അവരെന്നെ കൊല്ലുന്നതിനേക്കാളും എനിക്ക് വിഷമമുള്ളത്. നിങ്ങളുടെ തലമുടി അന്യ പുരുഷന്മാർ കണ്ടുപോവരുത്. അതുകൊണ്ട് നായില, ഞാൻ അങ്ങനെയൊന്നും ഒളിച്ചിരിക്കുന്നില്ല. അവർ വന്നെന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, പക്ഷേ നായില, നിങ്ങളുടെ മുടി അവർ കണ്ടുപോകരുത്. നിങ്ങൾ മുഖമക്കനെടുത്ത് ധരിച്ചിരുന്നോളൂ, നിങ്ങളുടെ മുടി കാണിച്ചു കൊടുക്കല്ലേ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നായില ബീവി ഭർത്താവിന് സംരക്ഷണം ഒരുക്കാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ പറഞ്ഞു പോയിട്ടുണ്ട്. ലദുഖൂലുഹും അലയ്യ അഹ്വനു മിൻ ഹുർമതി ശഅരികി. ഇതാണ് ഇസ്ലാം പെണ്ണുങ്ങൾക്ക് നൽകുന്ന മഹത്വം. ഇതാണ് അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻ, മഹാനവറുകൾ ഭരണാധികാരിയായിരുന്ന കാലം, ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ, മദീന കൂഫയുടെ അങ്ങാടികളിൽ പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഷോപ്പിന് വരുന്നത് കണ്ടപ്പോ മഹാനായ അലി തങ്ങൾ പറഞ്ഞു, തഗാറൂന അൻ തഖ്റുജ നിസാഉകും, സഹോദരങ്ങളെ, പുരുഷന്മാരെ, നിങ്ങളുടെ പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഫഇന്നഹു ബലഗനി അന്ന നിസാഅകും യഖ്റുജ്ന ഫിൽ അസ്വാഖി യുസാഹിംനൽ ഉലൂജ്. പുരുഷന്മാരുള്ളിടത്ത് തിക്കിത്തിരക്കുന്ന വിധം നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂഫയുടെ അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ആത്മാഭിമാനമുള്ളവരാകുന്നില്ലേ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫാത്തിമ ബീവി വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തിന്മ ചെയ്യുമെന്ന് ഹബീബായ നബി തങ്ങൾ വിചാരിച്ചത് കൊണ്ടാണോ? മഅദല്ലാഹ്, ഒരിക്കലുമല്ല. ഈ ഉമ്മത്തിന്റെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ജന്നത്തുൽ ബഖീഇലെ ഒരു മഖ്ബറ, അവിടുത്തെ ഖബർ ചെയ്യപ്പെട്ട, മറവ് ചെയ്യപ്പെട്ട ഒരു സ്വഹാബിയുടെ ഖബറിന്റെ ജനാസ അടക്കം ചെയ്ത് സ്വഹാബിമാരുടെ കൂടെ ഹബീബായ നബി തങ്ങൾ കടന്നു വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട്, ഹബീബിന്റെ മോളാണത്, മിശ്യതുഹാ കഅന്നഹാ മിശ്യതു റസൂലില്ലാഹ്, ഫാത്തിമ ബീവി നടക്കുമ്പോൾ അത് റസൂലുള്ള നടക്കുന്നത് പോലെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിനെ ഓർക്കാറുണ്ട്. ഫാത്തിമ ബീവിയെ കാണുമ്പോൾ ബീവിയുടെ ആ ഒരു ഹൈറ്റും വെയിറ്റും
ബീവി റളിയല്ലാഹു അൻഹയുടെ സംസാരം പോലും ഹബീബായ നബി തങ്ങളുടേതിന് സമാനമായിരുന്നുവത്രേ. ബീവി നടക്കുന്നത് ഹബീബിന്റെ നടത്തമായിരുന്നുവത്രേ. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബികളും ജനാസ മറവ് ചെയ്ത് വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശരിക്കും ഇസ്ലാമിക വസ്ത്രധാനം ധരിച്ച് മഹദി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, മാ അഖ്റജകി യാ ഫാത്തിമ മിൻ ബൈതികി, ഫാത്തിമ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണമെന്തേ? സ്വന്തം മോളോട് തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചോദിക്കാറുണ്ടോ? എഞ്ചിനീയറിംഗിനും മെഡിസിനും നമ്മുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് നല്ല പഠനം നൽകട്ടെ, നല്ല സംസ്കാരവും നല്ല അച്ചടക്കവും നല്ല വിജയവും നൽകട്ടെ. ആ ക്യാമ്പസുകൾ കൊണ്ടുപോയി ആക്കി കൊടുത്തതിന്റെ ശേഷം നമ്മുടെ മക്കള് എന്ത് ചെയ്യുന്നുവോ, എങ്ങനെയാണോ അവർ ജീവിക്കുന്നത്, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്, മറ്റാളുകളുമായി മിംഗ്ലിംഗ് അവിടെ വരുന്നുണ്ടോ, അവരവിടെ ഇസ്ലാമിക സംസ്കാരം വലിച്ചെറിയുന്നുണ്ടോ, അവർ അള്ളാഹുവിന്റെ നിയമത്തെ അവര് പുല്ല് വില കൊടുത്തവരെ അഴിഞ്ഞാടുന്നുണ്ടോ, ഇതൊക്കെ ചെന്നു നോക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം രക്ഷിതാക്കന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വേദനിപ്പിക്കാൻ പറയുകയല്ല. ഹിജാബ് ധരിച്ചു പോകുന്ന എത്രയോ മക്കള് നമ്മുടെ പരിസരത്തുള്ള കേരളത്തിലും പുറത്തുമുള്ള സിറ്റികളിൽ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കള് വൈകുന്നേര സമയങ്ങളിൽ ചെറുക്കന്മാരുടെ കൂടെ നമ്മുടെ സിറ്റികളിൽ ബാംഗ്ലൂരിലും കൊച്ചിയിലുമൊക്കെ അവർ കറങ്ങുന്നുണ്ടെന്നും അത് മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങളുടെ ഉമ്മത്തിലെ അഭിമാന ബോധമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ, എത്രയോ നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കളെ നാട് വിട്ടു കഴിഞ്ഞാൽ ആരാരും നോക്കാനോ അറിയാനോ ഇല്ലെന്ന തോന്നലിന്റെ മറവിൽ അവരിൽ നിന്ന് അരുതാത്തത് സംഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ വേദന കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചല്ലോ മോളോട്, മാ അഖ്റജകി യാ ഫാത്തിമ മിൻ ബൈതികി, മോളെ ഫാത്തിമ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണമെന്തേ മോളെ? ഖുൽതു ഖാലത്ത് ഫാത്തിമ ബീവി പറയുന്നു, അതൈതു യാ റസൂലല്ലാഹി അഹ്ല ഹാദൽ ബൈതി ഫഅസ്സൈതുഹും, നബിയേ ഏതൊരാളിന്റെ ജനാസയാണോ നിങ്ങൾ മറവ് ചെയ്തത് ആ വീട്ടുകാരുടെ മരണ വീട്ടിൽ ചെന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പോയതായിരുന്നു നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളെ അസാ നടത്താൻ പോയതായിരുന്നു, തഅസിയത്തിന് പോയതായിരുന്നു, ആശ്വസിപ്പിക്കാൻ പോയതായിരുന്നു നബിയേ. ആ വീട്ടുകാരനല്ലേ മരിച്ചുപോയത്, അവരുടെ ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, അവർക്ക് സമാധാന വാക്ക് പറയാൻ ഞാൻ പോയതായിരുന്നു എന്ന് കാരണം ബോധിപ്പിച്ചു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഇതാണ് ഹബീബായ നബി തങ്ങൾ നൽകുന്ന പാഠം, ഇതാണ് ഹബീബായ നബി തങ്ങൾ നൽകുന്ന സൂചനകൾ. സ്ത്രീ എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന്റെ അനന്തവിഹായസാണ്, അതിന് കളങ്കം വന്നുകൂടാ എന്ന് ഹബീബായ നബി തങ്ങൾക്കും ദീനിനും നിഷ്ഠയുണ്ട്. അത് നമ്മുടെ വീടുകളിലാവട്ടെ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധുക്കള്, അയൽപക്കങ്ങളിൽ അള്ളാഹു ദീനിന്റെ സംരക്ഷണ വലയങ്ങളിൽ ജീവിത്തക്ക വിധമുള്ള അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ, കുടുംബിനികൾക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.